ഈ സാധനം എന്തോന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാമോ? ഇതിൻ്റെ പഴം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. അടിപൊളി സാധനം കേട്ടോ. ആഞ്ഞിൽ ചക്ക. ഇത് പഴുത്ത് നല്ലതായിട്ട് പഴുത്ത് കഴിഞ്ഞതിൻ്റെ ചക്ക കൂഴച്ചക്കയുടെ തൊലി മാറ്റുന്ന പോലെ ഇത് മാറ്റി കഴിയുമ്പോൾ നല്ല ഭംഗിയാണിത് കാണാൻ കേട്ടോ. ഇതാണ് ആഞ്ഞിൽ ചക്ക. കഴിക്കാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്നെ ടേസ്റ്റ് എന്താ ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിക്കുന്നത്. പണ്ടൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഉള്ളപ്പോൾ ഇതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നാണ് ഇതിൻ്റെ രുചി അറിഞ്ഞപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടോ ആഞ്ഞിൽ ചക്ക. ഇത് നല്ല ഐറ്റം കിട്ടാമെങ്കിൽ വലിപ്പമുള്ള അഞ്ചക്ക കിട്ടാമെങ്കിൽ ഇത് വിൽക്കുന്നവരുണ്ട്, വിറ്റ് കാശ് മേടിക്കുന്നവരുണ്ട്. നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട്സ് ഐറ്റമാണ് ഇത്. കണ്ടോ. അപ്പോൾ ഞാനൊരെണ്ണം പൊട്ടിച്ച് കാണിക്കട്ടെ. ഇളക്കണം. എന്താ നമ്മുടെ കൂഴച്ചക്ക ഇളക്കി എടുക്കുന്ന പോലെ നമുക്കിത് ഇളക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതിനകത്ത് ചുളയുണ്ട്, കളയരുത്. കണ്ടോ. ഉണ്ടോ. ഇതിൻ്റെ കുഴിൻ്റെ വലിപ്പം കണ്ടോ. ഇത് വറുത്ത് നമുക്കിത് കാപ്പിപ്പൊടി ഉണ്ടാക്കാം. ഇത് വറുത്ത് കഴിക്കാനും നല്ലതാണ്. കപ്പലണ്ടി കഴിക്കുന്ന പോലെ ഉള്ളൂ, നല്ല രുചിയുള്ള സാധനം. കണ്ടോ ചക്കയുടെ ചുള കണ്ടോ. എല്ലാം ഇളക്കി കഴിക്കണ്ടോ. അപ്പം ചിമ്മച്ചക്ക ആഞ്ഞിൽ ചക്ക ഇതുപോലെ കിട്ടുമ്പം വിളഞ്ഞത് പറിച്ച് വെച്ച് ഇതുപോലെ പഴുപ്പിക്കണം കേട്ടോ. പഴുത്തത് പറിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ചിലപ്പം പറിക്കുമ്പോൾ ചിലപ്പോൾ താഴെ പോയി എല്ലാം അടന്നു പോകും. അപ്പം പറിച്ച് തിന്നാൻ പറ്റത്തില്ല. നന്നായിട്ട് വിളഞ്ഞത് പറിച്ച് വെച്ചിട്ട് ഇതുപോലെ കഴിക്കണം കേട്ടോ.